ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചിക്കൻ കറി വർക്കിൻ്റെ കുർത്ത കാണാം. ദാ ഇവിടെ ഞാനതൊന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നോർമലി ഞാൻ ടേബിളിൽ വെച്ചെടുക്കാറില്ല. ഇതൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിക്ചർ വരച്ചിരിക്കുന്നത് കാണാം. പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ദാ ഇത് കണ്ടോ, ഇതൊരു ഫിനിഷ് ചെയ്ത പോർഷനാണ് കേട്ടോ. ഈ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സാരിയുടെ ബോർഡർ ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഇത് ചുരിദാറിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ കൂടി ഒന്ന് കാണിക്കാമോ എന്ന്. അത് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇതൊരു മെറ്റീരിയൽ എൻ്റെ ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഇതാ ഈ കാണുന്ന ഡിസൈൻ നെക്കിൻ്റെ പോർഷനിൽ അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന പോലെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫുൾ പോർഷൻ ഫിനിഷ് ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ചെറിയൊരു ഏരിയ നിങ്ങളെ വർക്ക് ചെയ്യുന്നൊന്ന് കാണിക്കാം. അതുപോലെ എങ്ങനെയാണ് പിക്ചർ വരയ്ക്കേണ്ടതെന്നൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നെക്ക് അതായത് ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. ഇവിടെ ഞാനൊരു വൈഡ് വി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെക്ക് ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം അതൊരു ട്രേസിങ് ഷീറ്റിൽ വരയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ കുർത്തി ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ടൈം എടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ വരയ്ക്കും. ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈൻ ഒരു സാരിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി വർക്കിൻ്റെ സാരി, ഒരു അക്വാ ഗ്രീൻ. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതേപോലെ ഡിസൈൻ വരയ്ക്കുക. ഇതാ ഈ കാണുന്ന ഡിസൈനാണ് ഞാൻ ഈ ഒരു കുർത്തിയുടെ നെക്ക് ചെയ്യാനായിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഡിസൈൻ ഞാൻ അക്വാഗ്രീൻ സാരിയിൽ ചിക്കൻ കറി വർക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ കൂടി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഞാൻ എന്നാലും ഈ വീഡിയോയിൽ ചെറിയൊരു പോർഷൻ ചെയ്ത് കാണിച്ചേക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് റെഫർ ചെയ്യാം. കണ്ടോ, ഈ ഒരു ഡിസൈൻ, അതായത് ഈ ഒരു ഡിസൈൻ നമ്മൾ നെക്ക് വരച്ചതിന് ശേഷം ഈ കാണുന്ന വൈഡ് വി പോലത്തെ നെക്ക് വരച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ വന്ന വിധത്തിൽ ഈ ട്രേസിങ് ഷീറ്റ് താഴെ വെച്ചിട്ട് ഡിസൈൻ നമ്മൾ ട്രേസ് ചെയ്യും. പിന്നെ അതിൻ്റെ മിഡിലായിട്ട് ഇവിടെ ഒരു കുറച്ച് കറക്ഷൻസ് ഒക്കെ കാണാം. ആ സെയിം ഡിസൈൻ ഞാൻ വരച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ നടുക്ക് ഒരു സ്റ്റാർ പോലത്തെ ഒരു ഫ്ലവർ കൊടുത്തു. കണ്ടോ, അത് നിങ്ങൾക്ക് ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഒരു സ്റ്റാർ പോലത്തെ ഫ്ലവർ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു സൈഡ് വരച്ചിട്ട് നമ്മൾ തിരിച്ച്, അതായത് ഒന്ന് ഫോൾഡ് ചെയ്യുക, നടുക്ക് ഫോൾഡ് ചെയ്തിട്ട് മറ്റേ സൈഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സെയിം പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് സൈഡ് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വരയ്ക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൊന്ന് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെമൺ യെല്ലോ സാരിയാണ്. അതൊരു കസ്റ്റമറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ വരയ്ക്കുന്നത് നിങ്ങളെ കാണിക്കാം. പക്ഷേ ടോട്ടൽ ഓവറോൾ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് കാണാനായിട്ടാണ് ഇത് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽഡായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് കാണിക്കുന്നത്. ഇനി ഈ വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഒന്ന് കാണിക്കാം. ഇവിടെ ഞാൻ മൾട്ടി കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാനായിട്ട് കുറച്ച് ഭംഗി എനിക്ക് തോന്നി. കണ്ടോ, ഈ കാണുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ. നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നത് ബാക്ക് പോർഷനിലാണ്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ആ ഒരു ഫിനിഷിങ് കണ്ടോ. ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ചെറിയൊരു കോൾഡ് പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വോയിസ് ഇച്ചിരി റഫായ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുർത്തി മെറ്റീരിയലിന് താഴെയായിട്ട് പിക്ചർ വരയ്ക്കാനായിട്ട് ട്രേസിങ് ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കൻ കറി വർക്ക് വരയ്ക്കുമ്പോൾ എപ്പോഴും റോങ് സൈഡിൽ വേണം വരയ്ക്കാനായിട്ട്, എന്നാലേ നല്ല ഭാഗത്തായിട്ട് ഡിസൈൻ വരുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
ഇതാ ഇവിടെ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു 2-3 ബോൾ പിൻസ് യൂസ് ചെയ്തിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേപ്പർ വെയിറ്റ് എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ ചില സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ അതേപോലെ വാട്ടർ ബോട്ടിലൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കും. അപ്പോൾ ഇത് മെറ്റീരിയൽ കോട്ടൺ ആയതുകൊണ്ട് പെട്ടെന്ന് സ്ലിപ്പായൊന്നും പോകാൻ ചാൻസ് ഇല്ല. നമ്മുടെ പെൻസിൽ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ട് പിക്ചർ വരയ്ക്കുക. ഇനി ഞാൻ ഈ പിക്ചർ വരച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഇതാ ഈ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചറാണ് കേട്ടോ. ഒട്ടും തെറ്റിപ്പോകാത്ത രീതിയിൽ വേണം വരയ്ക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പെൻസിലിൻ്റെ മാർക്കൊന്നും അവിടെ ഇവിടെ വരരുത്. കണ്ടോ, ഇത്രയും ഭംഗിയായിട്ട് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. വരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പകുതി സമാധാനം. പിന്നെ നമുക്ക് ഫ്രെയിം വെച്ചിട്ട് ഓരോ പോർഷൻസായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത് പോകാം കേട്ടോ. ഇതാ ട്രേസിങ് ഷീറ്റ് ഞാൻ പതുക്കെ മാറ്റി പിക്ചർ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ യൂസ് ചെയ്യുന്ന ത്രെഡും കൂടി നിങ്ങളെ കാണിക്കാം. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് വൈറ്റ് കളറിലെ ത്രെഡ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ്. ഇതിൽ നമ്പേഴ്സ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല ത്രെഡിൽ. ഹാൻഡ് എംബ്രോയ്ഡറിയുടെ എന്താ പറയുക, ആങ്കർ ത്രെഡ് വാങ്ങാം. വൈറ്റ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ 6 strands ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 6 strands എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 strands ത്രെഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് 3 strands എടുക്കും. എന്നിട്ട് ആ 3 strands നീഡിലിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ടൈ ചെയ്യും. അങ്ങനെയാണ് 6 strands എടുക്കുന്നത്. ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്, ഡയറക്റ്റ് 6 strands എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തുകൂടെ എന്ന്. അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് 6 strands എടുത്തിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ അതൊരു 12 strands ആയി മാറും. അപ്പോൾ നമ്മൾ ഈ നീഡിൽ വലിച്ചെടുക്കുമ്പോൾ, ക്ലോത്തിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്നെസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 3 strands എടുത്തിട്ട് 6 ആക്കി നമ്മൾ ടൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്ന ഡൗട്ട്സിനൊക്കെ ഇങ്ങനെ ആൻസർ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യനെയർ പോലെ ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചിക്കൻ കാരി വർക്കിൻ്റെ സ്റ്റെമ്മാണ് കേട്ടോ. സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ബാക്ക് സ്റ്റിച്ച് പോലെ ആയിരിക്കും കേട്ടോ ഇരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ വൈറ്റ് ത്രെഡ് എന്ന് പറഞ്ഞാൽ പക്ക കോട്ടൺ ത്രെഡാണ് കേട്ടോ. അതായത് വേറെ ത്രെഡൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് സിൽക്കി ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വലിച്ചെടുക്കാനൊക്കെ ഈസിയാണ്. കോട്ടൺ ത്രെഡ് വലിക്കുമ്പോൾ കുറച്ചൊരു സ്റ്റിഫ്നെസ്സൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോട്ടൺ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് ടൈം എടുത്ത് ചെയ്യാം. സ്റ്റെം കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ സൈഡിൽ വരുന്ന ലീവ്സൊക്കെ ഒന്ന് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഈ ഒരു ഡിസൈനിൽ 2 സ്റ്റിച്ച് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് പോലെ വരുന്നത്. ഇതാ നെക്സ്റ്റ് ഞാൻ അടുത്ത് കാണുന്നൊരു ലീഫ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ലീഫ് ചെയ്യാനായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്റ്റിച്ച് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുണ്ടാവുമെന്ന്. പിന്നെ പാറ്റേണിലെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഡിസൈൻ ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോയുടെ കമൻസൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന കളർ കോമ്പിനേഷനും പാറ്റേണൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാക്സിമം ഞാൻ പുതിയ പുതിയ ഡിസൈൻസൊക്കെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലുള്ള ഒത്തിരി ഡിസൈൻസൊക്കെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് കളർ കോമ്പിനേഷനൊക്കെ സെലക്ട് ചെയ്ത് ഏത് ക്ലോത്തിൽ ചെയ്യണം, ഏത് സ്റ്റിച്ചസ് യൂസ് ചെയ്യണം, അങ്ങനെ കുറച്ച് ആലോചിക്കാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് വീഡിയോ ചെയ്യാനായിട്ട് ഡിലേ വരുന്നത്. ഞാൻ ചിക്കൻ കറി വർക്ക് ചെയ്യുന്ന സമയത്തും ഓരോ വർക്ക് തീരുമ്പോഴും ഓരോ പോർഷനിൽ എൻഡ് ചെയ്തതിന് ശേഷം ത്രെഡ് ടൈ ചെയ്യാറുണ്ട്. അതുപോലെ ചില സമയത്ത് കണക്ട് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനടുത്ത് നെക്സ്റ്റ് ലീഫിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ താഴത്തോട് കണക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ലീഫ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പം ഈ ലീഫ് വന്നിരിക്കുന്നത് ഫ്രെയിമിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലീഫിൻ്റെ ഒരു പകുതി പോർഷൻ ഫില്ല് ചെയ്യാം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഡൗട്ട് കൂടി ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നോ, നെറ്റ് കോട്ട സാരിയിൽ വർക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതായത് നീഡിൽ നമുക്ക് ഇങ്ങനെ കോർത്തെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. കുറച്ച്
തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ മെറ്റീരിയലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി നെറ്റ് കോട്ട് കുറച്ചുകൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്, അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാണ്, കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാ ഇവിടെ ഞാനിത് ടൈ ചെയ്യുവാണ്. ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഓരോ പോർഷൻസ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. അതായത് കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നുന്ന പോർഷൻസും പിന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചില പോർഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ സ്റ്റെം ചെയ്യുന്നതും അതേപോലെ ലീഫ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, വീതി കൂടി ഒരു സ്റ്റെം വരുന്നുണ്ട് ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഈ ചിക്കൻ കറി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള ഒത്തിരി പാറ്റേൺ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 3 or 4 പിക്ചേഴ്സൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്തിട്ട് ഏറ്റവും ഭംഗി തോന്നുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഡ്രസ്സിൽ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒത്തിരി സാരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിസൈനും കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ച് വൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡാണ് നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വൈറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. വേറെ കളറോ അല്ലെങ്കിൽ മൾട്ടി കളറൊക്കെ യൂസ് ചെയ്താൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ കുറച്ച് വലിപ്പമുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഡിസൈൻ ചെറുതായി വരുന്തോറും അതിൻ്റെ ചില പോർഷൻസൊക്കെ മൈന്യൂട്ടായിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അതായത് ചിക്കൻ കറി വർക്ക് പഠിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് വലിയ പിക്ചറിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഫിനിഷിംഗ് ആയിട്ട് വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ പറയട്ടെ. ഒരു സാരി എടുത്തിട്ടാണ് ഞാനിപ്പോൾ കുർത്തിയുടെ അതായത് കുർത്തി സ്റ്റിച്ച് ചെയ്യാനും അതിൻ്റെ ദുപ്പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഉള്ള പോർഷൻസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മീറ്റർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് 2ആയിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മിഡിലിൽ ആണ് നെക്ക് വരച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 മീറ്റർ കട്ട് ചെയ്തതിൻ്റെ ഏതെങ്കിലും സൈഡിൽ നിന്ന് വേണമെങ്കിലും ഈ നെക്ക് പോർഷൻ നമുക്ക് വരച്ച് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഞാനിപ്പോൾ സാരിയുടെ വീതിക്ക് തന്നെയാണ് കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത്. അത് ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് വീതി കുറയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് ഡിസൈൻ ഈ കുർത്തിയിൽ വരയ്ക്കാം, അതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ 2 പാർട്ടായിട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയിരിക്കും, ദുപ്പട്ട എങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ചില സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വോയിസ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആകുമ്പോൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുഞ്ഞുമാവ വരുന്നുണ്ട്. അപ്പോൾ അവളുടെ ചെറിയ ശബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ മാക്സിമം വേറെ ഒരു ശല്യവും ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതെ ഇരുന്ന് ഈവനിങ് ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഇത് സ്റ്റുഡിയോയൊന്നുമല്ല, ഞാൻ വീട്ടിൽ തന്നെയല്ല എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പട്ടി ഉറക്കുന്ന ശബ്ദം, അതുപോലെ കുഞ്ഞുമാവയുടെ ശബ്ദം, അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആവില്ല എന്ന് വിചാരിക്കുന്നു. മാക്സിമം എനിക്ക് പറ്റുന്ന സമയത്ത് ആ ഒരു ടൈമിൽ എനിക്ക് പറ്റാവുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഇതാ ഇവിടെ ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയായിരിക്കും എന്നൊന്ന് തിരിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഈ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് നീക്കി പിടിച്ചൊക്കെ നോക്കും. എന്നുവെച്ചാൽ എന്തോരം വർക്കായി, അതെങ്ങനെയായി എന്നൊക്കെ അറിയാനുള്ള ഒരു ആങ്സൈറ്റി കൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്നത് കാണിക്കുവാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊരു ഫ്ലവർ ചെയ്യാം. ആ ഫ്ലവറിന് ഒത്തിരി പെറ്റൽസ് ഉണ്ട്. അപ്പോൾ ഒരു 3 or 4 പെറ്റൽസ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ഹെറിംഗ് ബോൾ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പെറ്റൽസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും നല്ല നീറ്റായിട്ട് ക്ഷമയോടെ ചെയ്യുക. എന്നാലായിരിക്കും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ കുഞ്ഞാവ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു സൈലൻ്റായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്നാണ്. അപ്പോൾ അവൾ സൈലൻ്റായിട്ട് മിണ്ടാതെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇരിക്കുക. ഇടയ്ക്ക് പാദസരം കിളിങ്ങുന്ന ശബ്ദമൊക്കെ കേൾക്കണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് കുഞ്ഞാവയുടെ പാദസരത്തിൻ്റെ ശബ്ദം കേട്ടോ.
ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പെറ്റൽ ചെയ്യാം കേട്ടോ. ഇവിടെ കുഞ്ഞാവേനെ ഞങ്ങൾ വിളിക്കുന്ന കുഞ്ഞിക്കിളി എന്നാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുക, നിങ്ങളോടുകൂടി പറയണം കുഞ്ഞിക്കിളി ഇവിടെ മിണ്ടാതിരിക്കുവാണെന്ന് പറയണം, കുഞ്ഞിക്കിളി ഇവിടെ ഉണ്ടെന്ന് പറയണം എന്നൊക്കെ പറയുക കേട്ടോ. ഈ കുഞ്ഞിക്കിളിയുടെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുഞ്ഞിക്കിളി ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതും പിന്നെ ഇവിടെ പറമ്പിൽ നടക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞിക്കിളിയും കൂടി ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൻ്റെയും കുഞ്ഞിക്കിളിയുടെയും ഫോട്ടോസൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ എംബ്രോയ്ഡറി സ്റ്റിച്ചസൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ക്രിസ്മസിന് നല്ല ഭംഗിയുള്ള കുർത്തി സാരിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വെയർ ചെയ്യുക കേട്ടോ. മാക്സിമം പറ്റാവുന്നവരൊക്കെ എനിക്ക് ഫോട്ടോ വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരിക. കുറച്ച് പേരെനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് കണ്ട് ഇൻസ്പിറേഷനായിട്ട് ചെയ്യുന്നവരുണ്ട്. പിന്നെ പെയിൻറ്റ് ചെയ്യുന്ന കുറച്ച് പേര് സാരി വാങ്ങിയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വർക്കുകൾ അങ്ങനെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ സ്ലീവ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്തേക്കാം. സ്ലീവ് വർക്ക് ചെയ്യാനായിട്ട് ഞാനൊരു എക്സ്ട്രാ ഒരു ക്ലോത്തിൽ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈലറെ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യിക്കുക ക്ലോത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോത്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്തോരം ക്ലോത്ത് എടുക്കുന്നു അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അതായത് മാക്സിമം നല്ല ഭംഗിയിൽ ഓരോ പോർഷൻസ് ചെയ്ത് കാണിക്കുക, ഹാൻഡ് വർക്ക് ചെയ്ത് കാണിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടൈലറുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സ്ലീവ്, നെക്ക് അങ്ങനെ ഓരോ പോർഷൻസ് മാർക്ക് ചെയ്ത് വാങ്ങിക്കുക. അതിനുശേഷം എവിടേക്കാണോ പിക്ചേഴ്സ് വേണ്ടതെന്ന് വെച്ചാൽ ആ പോർഷനിലെല്ലാം പിക്ചർ വരയ്ക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി തുണി വേസ്റ്റ് ആവാതെ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, മാക്സിമം നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കുക. കണ്ടോ, ഇതിൻ്റെ നല്ല പോർഷൻ കൂടി ഞാൻ നിങ്ങളെ കാണിക്കുവാണ്. ചിക്കൻ കറി വർക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി വർക്ക് ചെയ്താലും ഒന്നും ചെയ്തതായിട്ടൊന്നും തോന്നുന്നില്ല. ഇതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്ന പോർഷൻ. കണ്ടോ, കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. പിന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പം അത് കാണാനായിട്ട് കൂടുതൽ ഭംഗിയായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇതിൻ്റെ പിക്ചർ കൂടി ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യുവാണ്. Thank you for watching. We'll meet soon.